റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളി. ഓഫീസിലെ ഫർണിച്ചറുകളും ഫോണും ഒരു വിഭാഗം അടിച്ചു തകർത്തു. മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തർക്കം. എം.കെ. മുനീർ എം.എൽ.എ. മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാകുന്നത്. എ.കെ. അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. അഭിലാഷ്, അടിയും പിടിയും ബഹളവും തല്ലും ഒക്കെയാണല്ലോ. ഇതെന്താ സംഭവം? ആർക്കാണ് ഇതിനകത്ത് അസ്വസ്ഥതകളുള്ളത്? മണ്ഡലം പുനഃസംഘടിപ്പിക്കണമെന്ന് പറയുന്നു. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എം.കെ. മുനീർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണോ അത് അഭിപ്രായ വ്യത്യാസത്തിനിടയാക്കിയിരിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും എം.കെ. മുനീർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ എം.കെ. മുനീർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു, താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അവിടെ മണ്ഡലം കമ്മിറ്റി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ മണ്ഡലം കമ്മിറ്റിയിലാണ് വലിയ തരത്തിലുള്ള വാക്കേറ്റം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ആ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തത്. ഓഫീസ് ഫർണിച്ചർ അടക്കം അടിച്ചു തകർക്കുന്നു, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ എറിഞ്ഞുടയ്ക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ പ്രധാനമായും അവിടെ മണ്ഡലം കമ്മിറ്റി നിർജീവമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതായത് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നിർജീവാവസ്ഥയിൽ തന്നെയാണ്. തുടർന്ന് കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. കാരണം കഴിഞ്ഞ തവണ ഈ സൗത്ത് മണ്ഡലം അവിടെ LDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ILL ആയിരുന്നു അവിടെ വിജയിച്ചത്. ഇത്തവണ എം.കെ. മുനീർ വരുമ്പോൾ അവിടെ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട്. പക്ഷേ അവിടെയുള്ള മണ്ഡലം കമ്മിറ്റി നിർജീവാവസ്ഥയിൽ തുടരുമ്പോൾ എം.കെ. മുനീർ വന്നാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതേസമയത്ത് മറുവിഭാഗം പറയുന്നത് നിലവിലുള്ള മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യമാണ്. ഏതായാലും മണ്ഡലം ജനറൽ സെക്രട്ടറി നേരത്തെ പന്നിയങ്കര വാർഡ് ആവശ്യപ്പെടുകയും അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. അവിടെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ BJP ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ ഈ മണ്ഡലം കമ്മിറ്റി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കടുത്ത നിർദ്ദേശവുമായി ഒരു വിഭാഗം രംഗത്ത് വരികയും അവിടെ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അരുൺ, ഓക്കെ, താങ്ക് യു. എ.കെ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.